നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സ്വകാര്യ സംഭാഷണത്തിനിടെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ DYFI നേതാവ് നടത്തിയ ആരോപണങ്ങളുടെ ശബ്ദ സന്ദേശം പുറത്ത്. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് DYFI ജില്ലാ കമ്മിറ്റി അംഗം ശരത് പ്രസാദ്. AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ. മണ്ണൂർ പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരിയുടെ ദിവസവേതനത്തിൽ നിന്ന് അധികൃതർ പങ്കുപറ്റിയെന്ന UDF ആരോപണം രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാവിരുദ്ധവുമെന്ന് ഭരണപക്ഷം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകം ജനം തള്ളിക്കളയുമെന്ന് പഞ്ചായത്ത് അധ്യക്ഷ. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. പുക ഉയർന്നത് ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന്. ബസ്സിന് തീപിടിക്കുകയാണെന്ന് ഭയന്ന് ഗ്ലാസ് പൊളിച്ച് പുറത്തു ചാടിയ ഒരാൾക്ക് പരിക്ക്. മങ്കരയിൽ പഞ്ചായത്ത് ഭരണത്തിനെതിരെ CPM UDF ഭരണസമിതിയുടെ വികസന വിരോധവും അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ച കാൽനട പ്രചരണ ജാഥ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. അനധികൃത മണ്ണ് ഖനനം. ദേശമംഗലത്ത് 3 ടിപ്പർ ലോറികളും ഒരു JCBയും പിടിച്ചെടുത്തു. നടപടി ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന്. വാർത്തകൾ വിശദമായി. CPM നേതാക്കൾക്കെതിരെ DYFI തൃശൂർ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. CPM ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയാണ് സാമ്പത്തിക ആരോപണം. സ്വകാര്യ സംഭാഷണത്തിനിടെയാണ് ആരോപണം ഉന്നയിച്ചത്. കപ്പലണ്ടി വിറ്റ് നടന്നിരുന്ന കണ്ണൻ കോടിപതിയാണ്. AC മൊയ്തീൻ്റെ ഡീലിംഗ്സ് ടോപ്പ് ക്ലാസുമായി. പണം പിരിക്കാൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് എളുപ്പം എന്നിങ്ങനെയാണ് പരാമർശങ്ങൾ. സംഭാഷണം 5 വർഷം മുമ്പുള്ളതെന്നാണ് വിശദീകരണം. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ചെറിയ വീടാണ് വീട്ടിൽ വേണ്ടി ഇത് ഘട്ടം കഴിഞ്ഞ വലിയ പ്രശ്നങ്ങളില്ലല്ലോ CPMന്റെ ജില്ലാ ലീഡർഷിപ്പുള്ള ആർക്ക് പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രശ്നം ആർക്കുണ്ടാവില്ല. അങ്ങനൊരു ഘട്ടം കഴിഞ്ഞാൽ അവരുടെ ലെവല് മാറും, ഇവരുടെ ഒരു ഇൻട്രാക്ഷൻ. അപ്പൊ നമ്മളിപ്പോ പിരിവെടുത്തപ്പോ ഞാൻ ഏരിയ സെക്രട്ടറിക്ക് മാക്സിമം പിരിവെടുത്തൊരു 5,000 രൂപ, 17,000 മാക്സിമം. എന്നാൽ ജില്ല പറയുന്നത് 25 പാർട്ടി കമ്മിറ്റി പറയുന്നത് എന്താണ് 75,000, 1 ലക്ഷം ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മുടെ എന്താണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സാമ്പത്തിക നിലവാരം മാറി. ഈ നിലവാരത്തിനകത്താണ് പിന്നെ എന്ത് ചെയ്യാൻ നമ്മൾ ജീവിക്കുന്നത്. അതെല്ലാവരും അല്ലാണ്ട് എല്ലാവരും കണ്ടുപിടിക്കാൻ വകയിലാണ് നടക്കുന്നത്. അല്ല കേക്കാറിന് അങ്ങനത്തെ വേറെ കുഴപ്പമൊന്നുമില്ല. ഇവരൊക്കെ അവരവരുടെ കാര്യം നോക്കും. ഇവരൊക്കെ നല്ല പിടിക്കും. ഇവരൊക്കെ ഭയങ്കരൊക്കെ കണ്ണാട്ടൊക്കെ ഓടാനോടി വെക്കും. പൊളിറ്റിക്സും രക്ഷപ്പെട്ടാണ്. കപ്പലണ്ടി കാണാൻ കപ്പലണ്ടി കച്ചവടമായിരുന്നു തൃശ്ശൂരാണ്. ആളാണ് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് ഓടാനോടി വെച്ചാൽ അവർക്ക് അത്ര വലിയ ഡീലേഴ്സ് കണ്ണംകുളത്തി നിസ്സാര ഡീലിങ്സ് ആണ്. കണ്ണംകുളത്തി അനൂപ AC നിസ്സാര ആൾക്കാരാണ്. പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കഴിഞ്ഞ ദിവസം UDFന്റെ അംഗങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാ വിരുദ്ധമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമാണ് പ്രതിപക്ഷാംഗങ്ങൾ സ്വീകരിക്കുന്നതെന്നും ജനങ്ങൾ ഇത് തള്ളിക്കളയുമെന്നും ഇരുവരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൽക്കാലിക ജീവനക്കാരിക്ക് വേതനം നൽകുന്നതിൽ ഭരണസമിതി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് കഴിഞ്ഞ ദിവസം UDF അംഗങ്ങൾ ആരോപിച്ചിരുന്നു. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഒട്ടനവധി താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്തു വരുന്നുണ്ട്. ആർക്കും നാളിതുവരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. പഞ്ചായത്ത് പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് ഡാറ്റ എൻട്രി ചെയ്യുന്നതിനാണ് പരാതിക്കാരിയായ ഇവരെ നിശ്ചയിച്ചിട്ടുള്ളത്. അതാത് ദിവസങ്ങളിൽ തീരുമാനിച്ച പ്രകാരമുള്ള വേതനം പരാതിക്കാരിക്ക് നൽകിയിട്ടുണ്ട്. ഒരു ദിവസം എത്ര പ്രവൃത്തികൾ പൂർത്തിയാക്കുന്നുവോ അതിനുള്ള വേതനമാണ് പരാതിക്കാരിക്ക് നൽകിയിരുന്നത്. ആ ദിവസങ്ങളിൽ വാങ്ങിയ തുകയ്ക്ക് രേഖയിൽ ഒപ്പിട്ടും നൽകിയിട്ടുണ്ട്. ഏകദേശം 6 വർഷത്തോളം ജോലി ചെയ്ത ഇവർ 6 വർഷത്തിൽ 438 ദിവസമാണ് ആകെ തൊഴിൽ ചെയ്തിട്ടുള്ളത്. 2017-18 വർഷത്തിൽ 53 ദിവസവും 2020-21 വർഷത്തിൽ 43 ദിവസവും 2021-22 വർഷത്തിൽ 82 ദിവസവും 2022-23 വർഷത്തിൽ 117 ദിവസവും 23-24 വർഷത്തിൽ 67 ദിവസവും 24-25 വർഷത്തിൽ 76 ദിവസവും 25-26 വർഷത്തിൽ 17 ദിവസവുമാണ് ജോലി ചെയ്തിട്ടുള്ളത്. AEയുടെ പ്രൊജക്ട് വർക്ക് തയ്യാറാക്കലാണ് താൽക്കാലിക ജീവനക്കാരിയായ ഇവർക്കുള്ള ജോലി.
600 രൂപയും 650 രൂപയും 710 രൂപയും ഇവർ വാങ്ങിയതായി രേഖയിലുണ്ട്. അല്ലാതെ സ്ഥിരമായി 710 രൂപയായി ഇവർക്ക് വേതനം നിശ്ചയിച്ചിട്ടില്ലെന്നും ജോലി ചെയ്തതിനനുസരിച്ചാണ് വേതനം നൽകിയിരുന്നതെന്നും രേഖകൾ സഹിതം പഞ്ചായത്ത് അധികൃതർ ചൂണ്ടിക്കാട്ടി. എല്ലാ ദിവസവും അവർക്കിവിടെ ജോലിയില്ല. താൽക്കാലികമായി വരുന്ന ദിവസങ്ങളിൽ, അതായത് പ്രവൃത്തി ചെയ്യുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അവർക്ക് വേതനം നൽകുന്നത്. ആ നിലയ്ക്ക് അവർ വന്ന ദിവസങ്ങളിലെല്ലാം തന്നെ കൃത്യമായി വേതനം, അവർക്ക് കൊടുക്കേണ്ടതായ വേതനം കൃത്യമായി ഇവിടെ നമ്മൾ കൊടുത്തിട്ടും ഉണ്ട്. നിലവിൽ UDFന്റെ മെമ്പർമാർ പറയുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അടിസ്ഥാന വിരുദ്ധമായ കാര്യങ്ങളാണ്. നിലവിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവർ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കുറച്ച് നാളുകളായി ഇങ്ങനെ ഇടവിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. താൽക്കാലിക ജീവനക്കാരായിട്ട് പഞ്ചായത്തിൽ നിരവധി ആളുകൾ നമുക്കിവിടെ ഉണ്ട്. ഇന്ന് വരെയായി ഒരു പരാതിയും ഒരു ജീവനക്കാരിൽ നിന്നും നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. നിലവിൽ പഞ്ചായത്തിന്റെ പദ്ധതി നിർവഹണവും അതുപോലെ തന്നെ മറ്റു അത്യാവശ്യ ഘട്ടങ്ങളിലാണ് നമ്മൾ ഈ കുട്ടിയെ ഇവിടേക്ക് വിളിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിൽ 710 രൂപ അവർക്ക് കൂലി നൽകണമെന്നുണ്ടെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിക്കനുസരിച്ച കൂലിയാണ് സെക്രട്ടറി നിശ്ചയിച്ച് നൽകുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ചെയ്ത പ്രവൃത്തിക്കുള്ള വേതനം കൃത്യമായി ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. താൽക്കാലിക ജീവനക്കാരിയെ പിരിച്ചുവിട്ടതല്ല, ജോലി കഴിഞ്ഞതാണ്. ജോലിക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് പല സമയങ്ങളിൽ ഇവരെ വിളിക്കാറുള്ളതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അനിത അറിയിച്ചു. ഇവർക്ക് വ്യത്യസ്ത വേതനം നൽകിയ വ്യക്തമായ രേഖകൾ കൃത്യമായി പഞ്ചായത്തിലുണ്ട്. ഇതിൽ ഒരു അഴിമതിയും ഉണ്ടായിട്ടില്ല. LDF ഭരണസമിതി പഞ്ചായത്തിൽ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ ജനങ്ങളിൽ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ രണ്ടു പ്രതിപക്ഷങ്ങളുടെ നേതൃത്വത്തിൽ കുറച്ചു നാളുകളായി ഓരോരോ രാഷ്ട്രീയ നാടകം അരങ്ങേറുകയാണ്. ഓരോന്നും ജനങ്ങൾ മനസ്സിലാക്കി തള്ളിക്കളയുമ്പോൾ പുതിയ കുപ്രചരണവുമായി ഇവർ വരികയാണെന്നും ഇവരെ കരുതിയിരിക്കണമെന്നും LDF ഭരണസമിതിയുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിൽക്കണമെന്നും ഇവരുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിയണമെന്നും വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടു. അതിന് കൃത്യമായി മസ്റ്റ് റോളിൽ ഉൾപ്പെടുത്തി അവർ ആ പൈസ ലഭ്യമായതിന്റെ റെസീറ്റ് ഉൾപ്പെടെ അവർ ഒപ്പിട്ട് നൽകിയ ആളാണ് ഈ തുക അവരുടെ അക്കൗണ്ടിലേക്ക് വകയിരുത്തുകയല്ലേ അവരുടെ കയ്യിൽ പൈസ കൊടുക്കുകയും ചെയ്യുന്നത്. അന്നൊന്നും ഇല്ലാത്ത ആക്ഷേപം ഇപ്പോ ഉയർന്നു വന്നത്, ഇപ്പോ ഈ വർക്കിന് പഞ്ചായത്തിൽ നിലവിലുള്ള സഫിഷ്യന്റ് സ്റ്റാഫ് ഉള്ളത് കൊണ്ട് ഇപ്പോ അവരെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് വിളിക്കുന്നില്ല. ഈ ഘട്ടത്തിലാണ് UDFന്റെ അംഗങ്ങൾ ഇവരുടെ ഈ അസംതൃപ്തിയെ മുതലെടുത്തുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത, വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ, പഞ്ചായത്ത് സെക്രട്ടറി KM ബിന്ദു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുകയുയർന്നത് പരിഭ്രാന്തി പരത്തി. ബസ്സിന് തീപിടിക്കുകയാണെന്ന് ഭയന്ന് ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് ചാടിയ ഒരാൾക്ക് പരിക്കേറ്റു. ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുക ഉയർന്നത്. കോഴിക്കോട്ട് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന ബ്ലൂ ഡയമണ്ട് ബസ്സിൽ നിന്നാണ് പാറയമ്പാടത്തെത്തിയപ്പോൾ പുക ഉയർന്നത്. രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. ബസ്സിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് പുക ഉയർന്നത്. തുടർന്ന് ബസ് നിർത്തി യാത്രക്കാരെയെല്ലാം അതിവേഗം പുറത്തിറക്കിയ ശേഷം കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. ഇതിനിടെ ഭയം മൂലം ബസ്സിൽ നിന്ന് ഗ്ലാസ് പൊളിച്ച് പുറത്തേക്ക് ചാടിയ ഒരാൾക്ക് പരിക്കേറ്റു. അഗ്നിരക്ഷാസേന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഓഫീസർ രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പുക ഉയരാനിടയാക്കിയ ബസ്സിന്റെ ഡീസൽ പൈപ്പിന്റെ തകരാറ് താൽക്കാലികമായി പരിഹരിച്ചു. കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. സംഭവത്തെ തുടർന്ന് ഏറെ നേരം പ്രദേശത്ത് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെ വികസന വിരോധം, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവ ആരോപിച്ച് CPM മങ്കര ലോക്കൽ കമ്മിറ്റിയുടെ കാൽനട പ്രചരണ ജാഥയ്ക്ക് തുടക്കം. പഞ്ചായത്തിലെ 17 കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകും. കാൽനട പ്രചരണ ജാഥ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. മങ്കര അതിർക്കാട്ടിൽ നിന്നും ആരംഭിച്ച കാൽനട പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S. അജയ്കുമാർ നിർവഹിച്ചു. അനിവാര്യമായിട്ടുള്ള സാന്നിധ്യം ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മെ വിട്ട് പിരിയുന്നത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കൂടുതൽ അമിതാധികാരത്തിലേക്കും സ്വേച്ഛാധിപത്യത്തിലേക്കും ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലത്താണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. CM അബ്ദുൾ-റഹിമാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ ER ശശിക്ക് S. അജയ്കുമാർ പതാക കൈമാറി.
OM മോഹൻരാജ് ജാഥ വൈസ് ക്യാപ്റ്റനും CK ചെന്താമരാശൻ ജാഥ മാനേജറുമായുള്ള സംഘമാണ് ജാഥ നയിക്കുന്നത്. മങ്കര പഞ്ചായത്തിലെ 17 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ 13-ന് കക്കോട് സമാപിക്കും. 13-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം K. ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 18-ന് രാവിലെ 9-ന് മങ്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പതിരിപ്പാല. ദേശമംഗലത്ത് അനധികൃതമായി മണ്ണ് ഖനനം ചെയ്തിരുന്ന 3 ടിപ്പർ ലോറികളും ഒരു JCBയും ചെറുതുരുത്തി പോലീസ് പിടിച്ചെടുത്തു. ചെറുതുരുത്തി CI വിനുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു നടപടി. ദേശമംഗലം കൊട്ടിപ്പാറ അമ്പലത്തിന് സമീപമുള്ള ഇക്കുറിയത്ത് വളപ്പിൽ റാഫിയുടെ പേരിലുള്ള വളപ്പിൽ നിന്നും അനധികൃതമായി മണ്ണ് ഖനനം ചെയ്യുന്നുണ്ടെന്ന് ചെറുതുരുത്തി CI വിനുവിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് പോലീസ് പരിശോധിച്ചതിനെ തുടർന്നാണ് 3 ടിപ്പർ ലോറികളും ഒരു JCBയും ഉപയോഗിച്ച് കുന്ന് ഇടിച്ചു നീക്കുന്നത് കണ്ടത്. ഇതിനെ തുടർന്ന് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു. തൃശൂർ കളക്ടർക്ക് കൈമാറി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത ദിനാചരണം ഷൊർണൂർ KVR ഹൈസ്കൂളിൽ സംഘടിപ്പിച്ചു. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ അംഗീകാരം ലഭിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. അതിൽ ചില പ്രധാന വ്യക്തികളെ, പ്രതിഭകളെ ആദരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള മഹത്വം കണക്കാക്കുമ്പോൾ ഓരോ മേഖലയ്ക്കും അതിൻ്റെ പ്രാധാന്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നതിനും അതിലേക്ക് സമൂഹത്തിൻ്റെ ആകെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനും വേണ്ടിയുള്ള ദിനാചരണങ്ങൾ ഓരോ തീയതിക്കനുസരിച്ച് കൊണ്ട് നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടെയാണ് ദിനാചരണ പരിപാടികൾക്ക് തുടക്കമായത്. ചടങ്ങിൽ KVR ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രാമപ്രസാദ് അധ്യക്ഷത വഹിച്ചു. KSTF വൈസ് പ്രസിഡന്റ് ഡോക്ടർ CP ശൈലജ സംസ്കൃത ദിനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഷൊർണൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. കൃഷ്ണകുമാർ, വാണിയംകുളം TRKHS സംസ്കൃത അധ്യാപകൻ KK രാജേഷ് എന്നിവർ സംസാരിച്ചു. കൂടിയാട്ടം കലാകാരൻ നാരായണ ചാക്യാർ, ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും തീയാട്ട് കലാകാരനുമായ TS പരമേശ്വരൻ, പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലെ സംസ്ഥാന പോലീസ് അവാർഡിന് അർഹയായ V. ബിന്ദു, ഷൊർണൂർ KVR ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ രാമപ്രസാദ് എന്നിവരെ ചടങ്ങിൽ പൊന്നാടയണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി P. സിജു സ്വാഗതവും ഷൊർണൂർ ഉപജില്ലാ സംസ്കൃത കൗൺസിൽ സെക്രട്ടറി A. അജിത നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂർ CPM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി അനുസ്മരണം നടത്തി. അനുസ്മരണ പൊതുയോഗം ജില്ലാ കമ്മിറ്റി അംഗം M. ഹംസ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി OV സ്വാമിനാഥൻ അധ്യക്ഷത വഹിച്ചു. TR ശശി, V. മോഹനൻ, S. അനിത, PS. അബ്ദുൾ മുത്തലി എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയായപ്പോൾ കേരളത്തിലുണ്ടായോ? നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ വർഗീയ കലാപം ഉണ്ടായോ? ഏതെങ്കിലും EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായപ്പോൾ വർഗീയ കലാപം ഉണ്ടായോ? ഏതൊരു വർഗീയ കലാപം ഉണ്ടായാലും ആ വർഗീയ കലാപത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി വർഗീയവാദികളെ ഒറ്റപ്പെടുത്തി സ്വൈരവും സമാധാനപരമായ ജീവിതം നമുക്ക് സമ്മാനിക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളത്തെ മാറ്റിയത് ഇടതുപക്ഷമാണ്. മാധ്യമപ്രവർത്തകനും കഥാകൃത്തുമായ KV അനൂപിന്റെ പേരിൽ സർഗതുളസി സാഹിത്യവേദി ഏർപ്പെടുത്തിയ പുരസ്കാരം EK ഷാഹിനയ്ക്ക്. കാറ്റും വെയിലും ഇലയും പൂവും പോലെ എന്ന കഥാസമാഹാരമാണ് പുരസ്കാരത്തിന് അർഹമായതെന്ന് സാഹിത്യവേദി പ്രസിഡന്റ് പവിത്രൻ ഓലശ്ശേരി പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാധ്യമപ്രവർത്തനത്തിനൊപ്പം സാഹിത്യമേഖലയ്ക്ക് വലിയ സംഭാവന നൽകിയ വ്യക്തിത്വമാണ് KV അനൂപെന്ന് വാർത്താ സമ്മേളനത്തിൽ പവിത്രൻ ഓലശ്ശേരി അനുസ്മരിച്ചു. യുവ സാഹിത്യകാരന്മാർക്ക് അനൂപ് ഏറെ പ്രചോദനം നൽകി. അധ്യാപികയായ EK ഷാഹിനയുടെ കഥകൾ തമിഴ്, മറാത്തി, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. കേരള, മഹാത്മാഗാന്ധി, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ഷാഹിനയുടെ കഥകൾ പാഠ്യവിഷയമാണ്. 10,001 രൂപയും ഫലകവും പ്രശസ്തിപത്രവും ഉൾപ്പെടുന്നതാണ് പുരസ്കാരം. യുവ സാഹിത്യ പുരസ്കാരത്തിന് പ്രീതി മറ്റത്തിൻ്റെ തപ്തസാഗരമെന്ന കവിതാ സമാഹാരം അർഹമായതായും പവിത്രൻ ഓലശ്ശേരി അറിയിച്ചു. പുരസ്കാരങ്ങൾ നവംബർ ആദ്യവാരം സമ്മാനിക്കും. ഡോക്ടർ അജിത് ബാബു, AV ദേവർ, ചന്തു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
ഓണക്കാലത്ത് സ്പെഷ്യൽ ഡ്രൈവ് കാലയളവിൽ പാലക്കാട് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത് 195 അബ്കാരി കേസുകളും 78 മയക്കുമരുന്ന് കേസുകളും. കേസുകളുമായി ബന്ധപ്പെട്ട് 231 പ്രതികൾ അറസ്റ്റിൽ. വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ കർശന പരിശോധന തുടരുമെന്ന് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ. അബ്കാരി കേസുകളിലായി 650 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവും 95 ലിറ്റർ ചാരായവും 8264 ലിറ്റർ വാഷും 22 ലിറ്റർ അന്യസംസ്ഥാന വിദേശമദ്യവും 10 ലിറ്റർ കള്ളും 2 ലിറ്റർ വ്യാജമദ്യവും 6.5 ലിറ്റർ ബീറുമാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. മയക്കുമരുന്ന് കേസുകളിൽ 33 കിലോഗ്രാം കഞ്ചാവും 216 എണ്ണം കഞ്ചാവ് ചെടികളും 1183 ഗ്രാം ഹാഷിഷ് ഓയിലും 466 ഗ്രാം മെത്താഫിറ്റമിൻ 11 ഗ്രാം നൈട്രോസപ്പാൻ ടാബ്ലറ്റ് എന്നിവയും പിടിച്ചെടുത്തവയിൽപ്പെടുന്നതാണ്. പുകയില ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് 1052 കേസുകൾ കണ്ടെത്തി. ഈ കേസുകളായി 96 കിലോഗ്രാം പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 1451 കള്ളുഷാപ്പുകളും 110 ബാറുകളും പരിശോധന നടത്തി. ഇതിൽ 317 കള്ള് സാമ്പിളുകളും 47 ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യ സാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. തുടർന്നും ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കള്ളുഷാപ്പുകൾ ഉൾപ്പെടെ ലൈസൻസ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ പ്രത്യേകം നിരീക്ഷിക്കുന്നതിനും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, പോലീസ്, റവന്യൂ, ഫോറസ്റ്റ് തുടങ്ങിയ വകുപ്പുകളുമായി ചേർന്ന് കൂടുതൽ സംയുക്ത പരിശോധന നടത്തുന്നതിനും ഇതിനു പുറമെ പോലീസ്, ഡോഗ് സ്ക്വാഡും എക്സൈസും സംയുക്തമായി എല്ലാ ചെക്ക് പോസ്റ്റുകളിലും റെയിൽവേ സ്റ്റേഷനുകളും പാർസൽ കൊറിയർ സർവീസ് തുടങ്ങിയ കേന്ദ്രങ്ങളിലും പരിശോധന നടത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട്. പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ PK സതീഷ് ഇതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കർണാടക സംഗീത ചക്രവർത്തി ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ 129ാമത് ജന്മദിനാഘോഷത്തിനൊരുങ്ങി ചെമ്പൈ ഗ്രാമം. 2 ദിവസങ്ങളായി നടക്കുന്ന സംഗീതോത്സവത്തിൽ 200-ലധികം ഗായകർ സംഗമിക്കും. സംഗീതോത്സവം സെപ്റ്റംബർ 13, 14 ശനി, ഞായർ ദിവസങ്ങളിലാണ് നടക്കുക. ചടങ്ങിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും പങ്കെടുക്കുമെന്ന് ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചെമ്പൈ സുരേഷ്, സെക്രട്ടറി കീഴത്തൂർ മുരുകൻ എന്നിവർ അറിയിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 3-ന് മഞ്ചേരി സ്വാതി തിരുനാൾ സംഗീത ഗുരുകുലം വിദ്യാർത്ഥികളുടെ സംഗീതാരാധനയോടെ തുടക്കമാകും. കണ്ണൂർ ചെമ്പൈ സംഗീത ഭവനിലെയും തൃശൂർ വലപ്പാട് ത്യാഗരാജ സഭയിലെ യുവ സംഗീതജ്ഞരുടെയും സംഗീതാലാപനമുണ്ടായിരിക്കും. വൈകുന്നേരം 6:30-ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. ലക്കിടി കുഞ്ചൻ സ്മാരക സമിതി ചെയർമാൻ K ജയദേവൻ അധ്യക്ഷത വഹിക്കും. പ്രമുഖ വ്യവസായി ഡോക്ടർ സിദ്ദീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. വൈകിട്ട് 7-ന് അഭിനയം ഉണ്ണിയും സംഘവും സംഗീത കച്ചേരി നടത്തും. 14-ന് ഞായറാഴ്ച രാവിലെ ചെമ്പൈ വിദ്യാപീഠം അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സംഗീതാർച്ചന. 11:30-ന് ഡോക്ടർ മാലിനി ഹരിഹരൻ്റെ കച്ചേരി. ഉച്ചയ്ക്ക് 12:15-ന് ചെമ്പൈ വിദ്യാപീഠത്തിൻ്റെ 39ാം വാർഷിക സമ്മേളനം മുൻ മന്ത്രി AK ബാലൻ ഉദ്ഘാടനം എന്നിവ നടക്കും. PP സുമോദി MLA അധ്യക്ഷത വഹിക്കും. VK ശ്രീകണ്ഠൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഉച്ചയ്ക്ക് 1-ന് മണ്ണൂർ MP രാജകുമാരനുണ്ണിയും സംഘവും അവതരിപ്പിക്കുന്ന കച്ചേരിക്കു ശേഷം സംസ്ഥാനത്തിനകത്തും പുറത്തുനിന്നുമായി 200-ൽ പരം യുവ സംഗീതജ്ഞർ സംഗീതാലാപനം നടത്തുമെന്നും പക്കവാദ്യക്കാരായി അറിയപ്പെട്ട നിരവധി പേർ പങ്കെടുക്കുമെന്നും ദ്വിദിന ചെമ്പൈ ജയന്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ചെമ്പൈ സുരേഷ്, സെക്രട്ടറി കീഴത്തൂർ മുരുകൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഇൻസൈറ്റ് അന്താരാഷ്ട്ര ഹ്രസ്വ ചിത്രമേള 14, 15 തീയതികളിലായി പാലക്കാട് ലയൺസ് സ്കൂളിൽ സംഘടിപ്പിക്കും. ചലച്ചിത്ര മേഖലയിൽ AI സ്വാധീനം എന്ന വിഷയത്തിൽ ചർച്ചയും സംവാദവും ഉണ്ടാകുമെന്നും ഫെസ്റ്റിവൽ ഡയറക്ടർ KV വിൻസെന്റ് പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 5 മിനിറ്റിൽ താഴെ ദൈർഘ്യമുള്ള 250-ലേറെ ചിത്രങ്ങളാണ് ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുക. 5 മിനിറ്റിനും 1 മിനിറ്റിനും താഴെ ദൈർഘ്യമുള്ള ചിത്രങ്ങളാണ് മത്സര വിഭാഗത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ ചിത്രങ്ങൾക്ക് പുറമെ ഇറാൻ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലെ ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. മത്സര ചിത്രങ്ങൾക്ക് പുറമെ ഇതുവരെ പ്രദർശിപ്പിച്ച ഇറാൻ ചിത്രങ്ങളും ഇൻസൈറ്റ് നിർമ്മിച്ച ചിത്രങ്ങളും പ്രദർശിപ്പിക്കും. 5 മിനിറ്റ് ദൈർഘ്യമുള്ള വിജയചിത്രത്തിന് ഗോൾഡൻ സ്ക്രീൻ അവാർഡ്, 1 മിനിറ്റ് ദൈർഘ്യമുള്ള വിജയചിത്രത്തിന് സിൽവർ സ്ക്രീൻ അവാർഡ് എന്നിവ സമ്മാനിക്കും. 500,000 രൂപയും ശില്പവുമാണ് മറ്റ് സമ്മാനങ്ങൾ. റണ്ണറപ്പാവുന്ന 5 ചിത്രങ്ങൾക്ക് 5000 രൂപ പ്രശസ്തിപത്രം എന്നിവ നൽകും. ഓരോ പ്രദർശനങ്ങൾക്ക് ശേഷവും ഓപ്പൺ ഫോറം നടക്കുമെന്നും KV വിൻസെന്റ് പറഞ്ഞു. ജനറൽ സെക്രട്ടറി മേതിൽ കോമളൻകുട്ടി, ട്രഷറർ മാണിക്കോത്ത് മാധവദേവ്, വൈസ് പ്രസിഡന്റ് CK രാമകൃഷ്ണൻ, V പത്മനാഭൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ സംഭാഷണത്തിനിടെ CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ DYFI നേതാവ് നടത്തിയ ആരോപണങ്ങളുടെ ശബ്ദ സന്ദേശം പുറത്ത്. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് DYFI ജില്ലാ കമ്മിറ്റി അംഗം ശരത് പ്രസാദ്. AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ സാമ്പത്തിക ആരോപണങ്ങൾ.
മണ്ണൂർ പഞ്ചായത്തിൽ താൽക്കാലിക ജീവനക്കാരിയുടെ ദിവസവേതനത്തിൽ നിന്ന് അധികൃതർ പങ്കുപറ്റിയെന്ന UDF ആരോപണം രാഷ്ട്രീയ പ്രേരിതവും വസ്തുതാവിരുദ്ധവുമെന്ന് ഭരണപക്ഷം. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകം ജനം തള്ളിക്കളയുമെന്ന് പഞ്ചായത്ത് അധ്യക്ഷ. കുന്നംകുളത്ത് ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സിൽ നിന്ന് പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി. പുക ഉയർന്നത് ബസിന്റെ ഡീസൽ പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന്. ബസ്സിനെ തീപിടിക്കുകയാണെന്ന് ഭയന്ന് ഗ്ലാസ് പൊളിച്ച് പുറത്തു ചാടിയ ഒരാൾക്ക് പരിക്ക്. മങ്കരയിൽ പഞ്ചായത്ത് ഭരണത്തിനെതിരെ CPM UDF ഭരണസമിതിയുടെ വികസന വിരോധവും അഴിമതിയും കെടുകാര്യസ്ഥതയും ആരോപിച്ച കാൽനട പ്രചരണ ജാഥ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തും. അനധികൃത മണ്ണ് ഖനനം. ദേശമംഗലത്ത് 3 ടിപ്പർ ലോറികളും ഒരു JCBയും പിടിച്ചെടുത്തു. നടപടി ചെറുതുരുത്തി പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.